നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടെ ഭരണം നഷ്ടപ്പെട്ട AKG സെന്ററിലെ തണുത്ത പ്രതിപക്ഷ ബെഞ്ചുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്ന CPM-ന് ഒടുവിൽ അധികാര കസേരയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ കളമൊരുങ്ങുകയാണ് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എക്കാലത്തും പിണറായി വിജയൻ എന്ന ക്യാപ്റ്റനെ ഭയന്ന് നിശബ്ദരായിരുന്ന നേതാക്കൾ ഇപ്പോൾ പരസ്യമായി പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന കാഴ്ചയാണ് പാർട്ടിക്കുള്ളിൽ കാണാനാകുന്നത്. ഈ വിമത നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ MA ബേബിയാണെന്നതാണ് പിണറായി ക്യാമ്പിനെ ഇപ്പോൾ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത്. VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും UDF-ഉം തകർപ്പൻ ജയത്തോടെ ഭരണം പിടിച്ചെടുത്തതോടെ CPM-ന്റെ അടിത്തറ ഇളകിയെന്നാണ് പാർട്ടിയിലെ പൊതുവിലയിരുത്തൽ. വരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ പിണറായിയുടെയും MV ഗോവിന്ദന്റെയും രാഷ്ട്രീയ ഭാവി തന്നെ തീരുമാനിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നേതൃത്വ മാറ്റം വേണമെന്ന ആവശ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ആഞ്ഞടിക്കാൻ തന്നെയാണ് ഈ പുതുച്ചേരി ഗ്രൂപ്പിന്റെ തീരുമാനം. ഭരണം പോയതോടെ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ പുതിയ ആക്ഷൻ പ്ലാനുമായിട്ടാണ് തിരുത്തൽവാദികൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കാൻ ജനകീയരായ P രാജീവ്, M സ്വരാജ്, KN ബാലഗോപാൽ എന്നിവരാണ് മുൻനിരയിലുള്ളത്. എന്നാൽ പിണറായി ശരിക്കും ഭയപ്പെടുത്തുന്നത് ഇവർക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്ന വൻ സ്രാവുകളാണ്. EP ജയരാജൻ, P ജയരാജൻ, PK ശ്രീമതി തുടങ്ങിയ കണ്ണൂരിൽ പിണറായിയുമായിട്ട് കാലങ്ങളുമായി ഇടഞ്ഞു നിൽക്കുന്ന വലിയൊരു നിര തന്നെ ഈ പുതുച്ചേരിക്കൊപ്പമുണ്ട്. പുത്തലത്ത് ദിനേശിനെ പോലെയുള്ള ശക്തരായ നേതാക്കളും ഈ കൂട്ടിക്കെട്ടിനൊപ്പമുണ്ട് എന്നത് ഒഫീഷ്യൽ പക്ഷത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. ഭരണം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിക്ക് വേണമെന്നും ഇതിനായി പ്രത്യേക പ്ലീനം വിളിക്കണമെന്നുമായിരുന്നു ഈ വിമത വിഭാഗത്തിന്റെ ആദ്യ ആവശ്യം. എന്നാൽ പ്ലീനം നടന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിൽ നിന്ന് പോലും തെറിക്കുമെന്നുറപ്പുള്ള പിണറായി തന്ത്രപരമായി അതിനെ വിപുലീകൃത സംസ്ഥാന സമിതിയിലേക്ക് ചുരുക്കുകയായിരുന്നു. തോൽവിക്ക് കാരണമായ പല ഘടകങ്ങളും ഇപ്പോൾ ഒന്നൊന്നായിട്ട് പുറത്തു വരികയാണ്. തളിപ്പറമ്പിൽ കീഴ് ഘടകങ്ങളെ അപ്പാടെ അവഗണിച്ച് MV ഗോവിന്ദൻ സ്വന്തം ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരുന്നു. ഈ തീരുമാനം പാളിപ്പോയി എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തുറന്നടിക്കുകയും സംസ്ഥാന നേതൃത്വം അത് ശരിവെക്കുകയും ചെയ്തതോടെ ഗോവിന്ദൻ മാഷ് ശരിക്കും വെട്ടിലായി. ഇതിന് പിന്നാലെയാണ് MV ഗോവിന്ദനെതിരായ ഉൾപാർട്ടി വിമർശനങ്ങൾക്ക് MA ബേബി നേരിട്ട് കുടപിടിച്ചത്. മലപ്പുറത്തെ EMS സെമിനാറിലും സമാനമായ നാടകങ്ങൾ അരങ്ങേറി. തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞപ്പോൾ പിണറായിയും ഗോവിന്ദനും അത് അപ്പാടെ തള്ളിക്കളഞ്ഞു. വ്യക്തിപരമായ വീഴ്ചകൾ ഇല്ല എന്നും സംഘടനാപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളതെന്നുമുള്ള ഇവരുടെ ന്യായീകരണം അണികൾക്കിടയിൽ കടുത്ത രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നിയമസഭയ്ക്കുള്ളിൽ പിണറായി വിജയനും മുൻ ധനമന്ത്രി KN ബാലഗോപാലും തമ്മിലുണ്ടായ തുറന്ന പോര് CPM-ന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതുമാണ്. സഭയിൽ പ്രതിപക്ഷ നേതാവായ പിണറായിയുടെ നിലപാടുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കും ക്യാപ്റ്റൻ ഇല്ല എന്ന് പുതുച്ചേരി സഭയിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. പിണറായിയുടെ വെറും സ്തുതിപാഠകരായിട്ട് ഇനി പാർട്ടിയിലെ യുവ നേതാക്കൾ നിൽക്കില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. CPM വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ പിണറായി യുഗത്തിന് അന്ത്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.